ഇപ്പൊ സമയം രാത്രി 11 മണിയായി. എങ്ങോട്ടാണെന്നല്ലേ? സാധാരണ എൻ്റെ ഉപ്പ ഈ വർഷത്തിൽ ഒരു ദിവസം, അഥവാ ഈ ദിവസം ഉപ്പ സിയാറത്ത് പോകാറുണ്ട് മാലിക് മക്കാമിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഉപ്പാക്ക് വിളിച്ചിരുന്നു. ഞാൻ 10 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്, 10 മണി കഴിഞ്ഞിട്ട്. പക്ഷേ കുറച്ച് തിരക്കുകളായിട്ട് ഞാൻ ഉപ്പാക്ക് വിളിച്ചപ്പോൾ ഉപ്പ പറഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഉപ്പാനെ ഇനിയിപ്പോൾ ചെറുക്കള പോയിട്ട് ഉപ്പാനെ കൂട്ടി ദീനാറിലേക്ക് വന്ന് തിരിച്ച് ഉപ്പാനെ ചെറുക്കള എത്തിച്ച് പിന്നെ വീണ്ടും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കാസർഗോഡ് വരണം. അപ്പോൾ പെരുന്നാൾ 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണ്. ചെറുതായിട്ട് ഇപ്പോഴും ടൗൺ ആക്റ്റീവ് ആണ്. ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള ആ ഒരു ഏരിയ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ജെൻസിൻ്റെ ഷൂസ്, ജെൻസിൻ്റെ ഷൂ, ടീഷർട്ട്, അങ്ങനെയുള്ള ജെൻസിൻ്റെ ഐറ്റംസ് ഉള്ള ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഓപ്പൺ ആണ്. ട്രാഫിക്കിൻ്റെ അടുത്തുള്ള ഏരിയ ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ നോക്കിയാൽ അവിടെ ഫുള്ള് ജെൻസിൻ്റെതും പിന്നെ ഫുഡ് ഐറ്റംസ് ആണ്. ഇത് ഷൂ ആണ് അവിടെ ഉള്ളത് ഫുള്ള്. ഇവിടെ എന്തോ എനർജി ഡ്രിങ്ക് അത്രയൊക്കെ തന്നെ. ബാക്കിയൊക്കെ ഏകദേശം 3/4 ഭാഗം ക്ലോസ് ആണ്. ഓക്കെ, നമുക്ക് വേഗം പോയി ഉപ്പാനെ കൂട്ടി വരാം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉറങ്ങിക്കിടക്കാൻ കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡ് പിന്നെ എന്ത് പരിപാടി വന്നാലും, ഓണാവട്ടെ, വിഷാവട്ടെ, പെരുന്നാളാവട്ടെ, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ ചെറിയ കുറച്ച് ഷോപ്പുകളുണ്ടെന്ന് മാത്രം. കട ഓപ്പൺ ആയല്ലോ, ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കല്യാൺ സിൽക്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങി കുറച്ച് ഏതൊക്കെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഏതായാലും ട്രാഫിക്, പഴയ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ ഇടയിലുള്ള ക്രോസ് റോഡ്, അങ്ങനെ തിയേറ്റർ റോഡ്, അവിടെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ മെയിനായിട്ട് ഇതൊക്കെ ഉള്ളത്. അതെ, പുതിയ ബസ് സ്റ്റാൻഡ് പ്രത്യേകിച്ച് ആരും നോക്കാറില്ല. ആഹാ, ഇത് വീണ്ടും ഓപ്പൺ ആക്കിയ റോഡ്. അണങ്കൂറ് കഴിഞ്ഞിട്ട് ഉള്ള ഓപ്പണിൽ കയറാൻ പറ്റി. കുറെ ക്ലോസ് ആക്കും, ഇടയ്ക്ക് ഓപ്പൺ ആക്കും, ഇടയ്ക്ക് ക്ലോസ് ആക്കും. ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ലൈറ്റിന്റെ പോസ്റ്റൊക്കെ അവിടെ ചെയ്തിട്ടിട്ട് പിന്നെ ഇവിടെ ആള് പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് കാണാത്തത്. ഇവിടെയൊക്കെ സൈഡ് ഫുള്ള് മറ്റേ ലൈറ്റിന്റെ പോസ്റ്റ് കൂട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ലൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. മിക്കവരും നൈറ്റ് വീഡിയോ കണ്ട് ചോദിക്കാറുണ്ട്, നിന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ലെന്ന്. ലൈറ്റ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ലൈറ്റ് പവർ കുറവാണ്. 2-3 പ്രാവശ്യം ബൾബൊക്കെ മാറ്റിയിട്ട് നോക്കി, നോ രക്ഷ. പിന്നെ മറ്റേ ആ പവറുള്ള അത് ഇടണം. അതിട്ടാല് വീഡിയോ എപ്പോൾ ഫൈന് തരും തിരിച്ചു. ജിയോ $106.61. പെട്രോളിന് 106.61. ബാക്കി എല്ലായിടത്തും അത്ര തന്നെ ഉള്ളു. എല്ലായിടത്തും അത്രയൊക്കെ തന്നെ ഉള്ളു. തമ്പുരാനെ, രാത്രി 12:30 മണി. ഇതാ ട്രാഫിക് മുതൽ ബ്ലോക്ക് തന്നെ. നല്ല ബ്ലോക്കാണല്ലോ. എന്റെ തമ്പുരാനെ.
അതാണ് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു ബ്ലോക്ക് ഉണ്ടായില്ല നല്ല അല്ല എന്നാലും കുറേ സമയം നമ്മളിവിടെ ബ്ലോക്കിൽ കുടുങ്ങി നിന്നാണ്. അത് താലങ്ങാട് എത്തിപ്പോ. നല്ല ചായയും കടിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നിർത്തുന്നുണ്ട് ഇവിടെ. കുറേ ആൾക്കാരുണ്ടല്ലേ. ഇത് കഴിഞ്ഞ പിന്നെ ബ്ലോക്കില്ല. ഈ തായലങ്ങാടി ഈ ചായൻ്റെ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കില്ല, പിന്നെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ ഫ്രീ ആയി. അങ്ങനെ തെരുവത്ത് പള്ളി നജാത്തിൻ്റെ സ്വലാത്തില്ലേ, ഞാൻ അതിൻ്റെ തിരക്ക്. ഇവിടെ നടക്കണോണ്ടാണ് തോന്നുന്നത്. വണ്ടി റോഡ് സൈഡൊക്കെ ഫുള്ള് വണ്ടികൾ വെച്ചാണ്ട് എല്ലാവരും പോയേക്കാണ്. ഞാൻ അത് കഴിയണ സമയത്തുണ്ടാവും നല്ല ബ്ലോക്ക്. രണ്ട് സൈഡ് നിറച്ച് വണ്ടികൾ. റബ്ബി, നല്ല ബുർദ നടന്ന് കൊടുക്കുകയാണ്. എത്ര വണ്ടികൾ രണ്ട് സൈഡും. ഇനി ചിലപ്പോൾ ഇനി ഇവിടെ ഉണ്ടാവും, ദിനാറിലേക്ക് കയറുന്ന കയറ്റത്തിൻ്റെ അവിടെ ഉണ്ടാവും ബ്ലോക്ക്. കരുതിയ പോളൊന്നും വണ്ടിയില്ല ഇവിടെ. കരുതിയ പോൾ എന്നാ ഇവിടെയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും പള്ളിൻ്റെ ഉള്ളിലേക്കും. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. നല്ല പിരിവെടുക്കുന്നുണ്ട്. ഏതോ കുട്ടിൻ്റെ വൃക്ക മാറ്റിയേക്കലാണ് കേട്ടോ. ഉള്ളിലേക്കൊന്നും വണ്ടി പോണില്ലേന്ന്. എന്നാ അങ്ങോട്ടുള്ള വണ്ടി ഒറ്റ നനങ്ങണില്ല. നോക്കാം ഏതുവരെ പോകും നോക്കാം. കടുത്തുന്നില്ലേ, വണ്ടി ഒന്നും ഉള്ളിലേക്ക് വിടണില്ലാന്ന് തോന്നുന്നു. അല്ലോ ഇതിപ്പോൾ എവിടെ വണ്ടി വെക്കും? നമുക്കില്ല, അവിടെ ഉള്ളിൽ കൊണ്ടേക്കാം.
അവരൊക്കെ ഫുള്ള് ഫ്രീയാ. നല്ല ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഉപ്പാനെയും കൊണ്ട് മാലിക് ദിനാറിലേക്ക് പോയി. അവിടെ പോയി സിയാറത്താക്കി ദുആ ചെയ്ത് തിരിച്ച് ഉപ്പാനെ ചെറുക്കുള്ള വീട്ടിൽ കൊണ്ടാക്കി. ഇനിയിപ്പോൾ ഞാൻ നെല്ലിക്കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ടൗണിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ. സമയം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വൈകി. എത്രയൊന്നും പറയുന്നില്ല. ചെറിയ ഒരു ഉറക്ക് വരുന്നെന്ന് തോന്നിയോണ്ട് വീട്ടിൽ കയറി കുറച്ച് വെള്ളം കുടിച്ച് പഴമൊക്കെ തിന്ന് ഒന്ന് സെറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവായിരിക്കും ഈ കാണുന്നവർക്ക്, എന്തിനാണ് ഈ നല്ലൊരു രാത്രി വെറുതെ പുറത്തിറങ്ങി കുറെ ബ്ലോക്കിലൊക്കെ നിന്ന് പോയിട്ട് സമയം കളഞ്ഞ് എന്തിനാണ്? അതിനേക്കാളും അടുത്തുള്ളൊരു പള്ളിയിലോ മറ്റേന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതിയാ പോരായിരുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വർഷത്തിൽ ഈ ഒരു ദിവസം എൻ്റെ ഉപ്പ ഇങ്ങനെ സിയാറത്തിന് പോകലുണ്ട്. കുറേ സ്ഥലത്തൊക്കെ ഒന്നും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കൊന്നുമില്ല. നേരെ പോവും മാലിക് ദിനാർ തങ്ങൾ അവിടെ പോവും, അവിടെ സിയാറത്താക്കും, ഓതും, തിരിച്ച് നേരെ വീട്ടിലേക്ക് വരും. ബാക്കി ഉപ്പാൻ്റെ നിസ്കാരം കാര്യങ്ങളും ദിക്ർ ചൊല്ലലൊക്കെ നടക്കും. ഈ ഒരു ഒറ്റ ദിവസം, ഈ ഒരു കുറച്ച് സമയം മാത്രം. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ആ ഒരു സമയം ഒരു മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ഈ ഒരു സമയം അത്ര സമയമെങ്കിലും ഞാൻ ഉപ്പാൻ്റെ ഒന്നിച്ച് ഉപ്പാൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഉപ്പാൻ്റെ ഒപ്പം സന്തോഷിപ്പിച്ചാൽ, അതോ ഉപ്പാൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുത്താൽ, ചിലപ്പം ആ ഒരു കാരണം, ഉപ്പാൻ്റെ ദുആ കാരണം ചിലപ്പോൾ ഞാൻ വിജയിക്കുമായിരിക്കും. മാതാപിതാക്കളുടെ ദുആ അല്ലേ വലുത്. ചിലപ്പം ആ ഉപ്പ ദുആ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചവനങ്ങ് സ്വീകരിച്ചാലോ. അതൊക്കെയാണ് സന്തോഷം. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്ര കൊല്ലമായിട്ട് എന്നെ കൊണ്ട് 30 കൊല്ലമായി സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഒന്നും എന്നെ കൊണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഭാവിയിൽ ഇൻഷാ അല്ലാഹ് പറ്റുമായിരിക്കും, പറ്റണം ഇൻഷാ അല്ലാഹ്, തവക്കൽ തോലല്ലാ. പക്ഷെ ഇതുവരെ എന്നെ കൊണ്ട് ഇങ്ങനെ ചെറുതെന്നൊക്കെ അല്ലാതെ ഒരു എടുത്ത് പറയത്തൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കെങ്കിലും ചെയ്യണ്ടേ, ഇങ്ങനെ ചെറിയ കാര്യങ്ങളായിട്ടെങ്കിലും. ഒന്നുമല്ല, ജാഗകളിലൊക്കെ കിട്ടിയാൽ വലിയ കിട്ടലെന്നല്ലേ. കുറേ ആഗ്രഹങ്ങളുണ്ട്, അത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല. പഠിച്ചോണെങ്കിൽ ഒരു സമയം, എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്നല്ലേ. ആ സമയം ആയിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ആവണം. എല്ലാം തവക്കൽ തോലല്ല. ഏതായാലും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ദുആയിലൊക്കെ കിട്ടിയാൽ തന്നെ ജീവിതം വിജയിച്ചെന്ന് തന്നെ പറയാം. ആ ദുആയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം ജീവനോട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അന്നേ കോയമ്പത്തൂരും തീരേണ്ട ജീവിതമാണ് എൻ്റെത്. ആ ഒരു ദുആയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇതാ ഇങ്ങനെ ബൈക്കോട്ടി പോകുന്നത് നട്ടപ്പാതിരക്കും. അൽഹംദുലില്ലാ. നാട്ടിൽ കൂട്ടുകാരൊക്കെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു, എല്ലാവരും ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 കൊല്ലം, മാക്സിമം ഒരു 3 കൊല്ലം മുമ്പൊക്കെ റമളാൻ്റെ രാത്രികളായാൽ ഞങ്ങളങ്ങ് ഇറങ്ങും. ഏതെങ്കിലും ദിവസങ്ങൾ, എല്ലാ സ്ഥലം കേട്ടോ, ഏതെങ്കിലും ദിവസം ഒരു രാത്രി ഇറങ്ങിയിട്ട് ചുറ്റുവട്ടത്തുള്ള കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഈ അടുത്ത ഭാഗത്തുള്ള മക്കാമുകളിലേക്കൊക്കെ പോയി അവിടെ പോയി സിയാറത്ത് ചെയ്ത് ഓതി കുറേ സമയം ചിലവഴിച്ച് ഏകദേശം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അത്താഴം കഴിക്കാനുള്ള സമയത്തിന് വീട്ടിലേക്ക് എത്തും. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. കാരണം എല്ലായിടത്തും പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ, വീട്ടിൽ മുമ്പേ എത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്താഴം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മുമ്പേ എത്തിയിട്ട് അത്താഴത്തിനെത്തുന്ന രൂപത്തിൽ ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലൊന്നും ആരുമില്ല, എല്ലാവരും പല വഴിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല.